നമ്മുടെ ഏക പ്രത്യാശ കർത്താവിൻ്റെ വരവാണല്ലോ. അങ്ങനെയെങ്കിൽ പറഞ്ഞാട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട് നമ്മുടെ കർത്താവ് വരുന്നെന്ന്. ഇത്രയും സന്തോഷമേ ഉള്ളൂ കർത്താവ് വരുന്നെന്ന് പറഞ്ഞപ്പം. ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥന മുറിയിൽ എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച്. നാം ഇവിടുന്ന് പോകാറായി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമാജം കൂടി സന്ദർശനം കൂടി കർത്താവ് വരാറായി. അതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. നമ്മുടെ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇതുപോലുള്ള ഒരു കൂടിവരവ് അടുത്ത വർഷം കിട്ടുമോയെന്നറിയത്തില്ല. അതിനും വിട്ട് കർത്താവിൻ്റെ വരവാണെങ്കിൽ പിന്നെന്തുവാ അവിടെ, പിന്നെന്തുവാ അങ്ങ് ചെന്നാൽ പിന്നെന്തുവാ. നിങ്ങളതൊന്ന് വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിത്യതയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ ഒന്ന് ഭാവന ചെയ്യണം. ഞാനൊരു ദിവസം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഭാവന ചെയ്ത് എനിക്ക് എവിടെയാണെന്നറിയാൻ മേതായിപ്പോയി. സ്വർഗത്തിലാണോ ഭൂമിയിലാണോ കർത്താവ് വന്നോ ഇതൊക്കെ ഞാൻ മറന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ നമ്മുടെ ചിന്ത എപ്പോഴും കർത്താവിൻ്റെ വരവിനെ കുറിച്ചായിരിക്കണം. 6 പതിറ്റാണ്ടുകൾ കർത്താവിൻ്റെ വേലയിലും 3 പതിറ്റാണ്ടുകളായി IPC വേമൂർ സെൻറ്ററിൻ്റെ സഹോദര സമാജം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച കർത്താവിദാസി സിസ്റ്റർ കുഞ്ഞമ്മ എബ്രഹാമിന് ഈ ഫലകം നൽകി ആദരിക്കുന്നു. ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആദരവുകൾക്കൊന്നും എനിക്ക് യോഗ്യതയില്ല. ഞാനത് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുമല്ല. എന്നാലും എനിക്കൊരു വലിയ ആദരവുണ്ട് അവിടെ. അതിനാൽ ഞാൻ പ്രത്യാശയോട് കാത്തിരിക്കുന്നു. എന്നോട് കാണിച്ച നല്ല സ്നേഹാദരങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. പ്രായവും ക്ഷീണമെങ്കിലും സഹോദരീ സമാജത്തിന് എൻ്റെ നിർദ്ദേശങ്ങളും പലപ്പോഴും എൻ്റെ സാന്നിധ്യവും എല്ലാം നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കും. കർത്താവ് ധാരാളമായി സഹായിക്കും.